നമ്മളങ്ങനെ വീണ്ടും സാബിർ അഫ്ഗാനിൽ വന്നിരിക്കുകയാണ്. ഇവിടെ വേറൊരു വെറൈറ്റി ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഗൈസ്, വെൽക്കം ടു ജേണീസ് ഓഫ് മല്ലു. ഇന്ന് നമ്മൾ വീണ്ടും അങ്ങനെ സാബിർ അഫ്ഗാൻ റെസ്റ്റോറൻറ്റിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ വേറൊരു വെറൈറ്റി ഐറ്റം ട്രൈ ചെയ്യാണ്. നമുക്ക് അത് കയറിയിട്ട് അടുത്ത ഐറ്റം എങ്ങനെയുണ്ട് നോക്കാം. ये मटन टिक्का कराई और चार അങ്ങനെ നമ്മുടെ ഫുഡിന് മുന്നോടിയായിട്ടുള്ള സലാഡും അതുപോലെ തന്നെ ദഹിയും വന്നിട്ടുണ്ട്. നമുക്കുള്ള ഗ്രീൻ സലാഡ്, അതിൻ്റെ കൂട്ടത്തിലുള്ള തൈരൊക്കെ നമുക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്ന മട്ടൻ തിക്ക കരായി എത്തിയിട്ടുണ്ട്. നല്ല ചൂട് നിൽക്കുന്ന ഒരു പാത്രത്തിലാണ് ഇത് കൊണ്ടുവന്ന് നിൽക്കണ തന്നെ. ഇതാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്ന മട്ടൻ തിക്ക കരായി. ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. തിക്ക കടായിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എന്നതേം പോലെ നമ്മുടെ തന്തൂർ റൊട്ടിയാണ് വന്നിരിക്കുന്നത്. ഫുഡ് വന്ന സ്ഥിതിക്ക് നമുക്ക് കഴിച്ചു തുടങ്ങാം. ഇതാണ് നമ്മുടെ മട്ടൻ തിക്ക കടായി. നല്ല തിക്കായിട്ടുള്ള സാധനം കേട്ടോ. അത് കഴിച്ചു നോക്കാം. എടുക്കടാ, സ്പൂണിട്. അപ്പം നമ്മളെ മട്ടൻ തിക്ക കടയിൻ്റെ കൂട്ടത്തിൽ നോർമൽ എന്നത്തെ പോലെ നമ്മുടെ തന്തൂർ റൊട്ടിയാണ്. ഇത് കഴിക്കേണ്ട സ്റ്റൈൽ അറിയാമല്ലേ? നമ്മളിങ്ങനെ കീറിയെടുക്കുന്നു. തന്തൂരിൽ ചെറുതായിട്ടൊന്ന് ഡിപ്പ് ചെയ്യണു. നല്ല അടിപൊളി മജ്ജയോട് കൂടിയിട്ടുള്ള മട്ടൻ ഉണ്ട് ഇതിനകത്ത്. പക്ഷെ കുറച്ച് എരിവ് കുറവുള്ള പോലെ എനിക്ക് ഫീൽ ഉണ്ടാവും. നമ്മളൊന്ന് മട്ടനാണ്ട് കഴിച്ചപ്പോൾ കുറച്ച് എരിവുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ജേണീസ് ഓഫ് മല്ലു. ബൈ ബൈ.